നിങ്ങൾ ശമ്പളക്കാരനാണോ? ഏതെങ്കിലും സർക്കാർ പദ്ധതിയുടെ ഗുണഭോക്താവാണോ? ജൻധൻ അക്കൗണ്ട് ഉടമയാണോ? എങ്കിൽ KYC സംബന്ധിച്ച് റിസർവ് ബാങ്കിന്റെ പുതിയ നിബന്ധനകൾ അറിയണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഇടപാട് നടത്താനാകാത്ത വിധം ബ്ലോക്ക് ചെയ്യപ്പെട്ടേക്കാം. ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുന്ന വേളയിൽ അക്കൗണ്ട് ഉടമയുടെ പേര്, മേൽവിലാസം, തൊഴിൽ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നതാണ് KYC. മുൻകാലങ്ങളിൽ ബാങ്കുകൾ ഈ വിവരങ്ങൾ ഒരു പ്രാവശ്യം ശേഖരിക്കുന്ന രീതിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതാത് കാലാവധികളിൽ ഈ വിവരങ്ങൾ പുനർശേഖരിക്കേണ്ടതുണ്ട്. ശമ്പളക്കാർ, സർക്കാർ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ, ജൻധൻ അക്കൗണ്ട് ഉടമകൾ എന്നിവർക്ക് 8-10 വർഷ കാലയളവുകളിൽ KYC നൽകിയാൽ മതി. എന്നാൽ ഈ കാലാവധി എത്തുന്നതിന് 3 മാസം മുമ്പ് KYC പുതുക്കിയില്ലെങ്കിൽ തുടർന്ന് 3 മാസം വരെയും ബാങ്ക് ഇടപാടുകാരെ ഇക്കാര്യം കത്തിലൂടെയും SMS-ലൂടെയും അറിയിച്ചുകൊണ്ടിരിക്കണം. ഇടപാടുകാർക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള ഇടങ്ങളിൽ ബാങ്ക് ക്യാമ്പുകളും മറ്റും സംഘടിപ്പിച്ച് KYC നടപടികൾ ഊർജിതമായി നടത്തണമെന്ന് RBI നിർദ്ദേശിച്ചിട്ടുണ്ട്. നടപടികൾ എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായി അക്കൗണ്ട് ഉടമയ്ക്ക് സ്വന്തം ബ്രാഞ്ചിൽ ചെല്ലണമെന്നില്ല. ബാങ്കിന്റെ ഏതെങ്കിലും ശാഖയിൽ നിന്ന് രേഖകൾ പുതുക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ KYC സൗകര്യമുള്ള ബാങ്കുകൾ ഇടപാടുകാർക്ക് നിർബന്ധമായും വിവരങ്ങൾ വീഡിയോ അപ്ലോഡിംഗ് ചെയ്യാനുള്ള സൗകര്യം ഉറപ്പാക്കണം. അതുമല്ലെങ്കിൽ ബാങ്കുകളുടെ ബിസിനസ് കറസ്പോണ്ടന്റുമാർ വഴിയും KYC പുതുക്കാനാകും. അത്തരം വേളയിൽ ഇടപാടുകാർക്ക് KYC പൂർത്തിയാക്കിയതിന്റെ രസീത് ഇവർ നൽകണം. എന്നിരുന്നാലും ബാങ്കുകൾക്കാണ് KYC അപ്ഡേറ്റ് ചെയ്തത് ഉറപ്പാക്കേണ്ട ചുമതല. ഇടപാടുകാർക്ക് ആധാർ, OTP അധിഷ്ഠിത KYC, വീഡിയോ KYC, മൊബൈൽ ആപ്പ്, നെറ്റ് ബാങ്കിംഗ്, ATM, നേരിട്ട് ബാങ്ക് ശാഖ സന്ദർശിച്ച് ബിസിനസ് കറസ്പോണ്ടന്റ് വഴിയൊക്കെ KYC പുതുക്കാനാകും. വ്യാജ ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, സാമ്പത്തിക തട്ടിപ്പ് ഇവയൊക്കെ ഫലപ്രദമായി തടയുന്നതിന് KYC കൃത്യമായി പുതുക്കേണ്ടത് അത്യാവശ്യമാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്നവരാണ് പ്രവാസികൾ. ഇന്ത്യയിലേക്ക് എത്തുന്ന വിദേശ നാണ്യത്തിന്റെ വലിയൊരു പങ്കും പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിനെ മാത്രം കണക്കെടുക്കുകയാണെങ്കിൽ വിദേശത്തു നിന്നും വരുന്ന പണത്തിന്റെ ശതമാനത്തിലും പ്രാധാന്യത്തിലും വർധനമുണ്ട്. അതേസമയം പ്രവാസികൾ ഇന്ത്യയിലേക്ക് പണം അയക്കുന്നതിന്റെ കുറവ് വന്നിരിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലോകബാങ്കിന്റെ 40ാമത് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ബ്രീഫ് അനുസരിച്ച് UAE-യിൽ നിന്നുള്ള പണമയക്കൽ കഴിഞ്ഞ വർഷം ഏകദേശം 3% കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയിലേക്ക് എന്ന് പറയുമ്പോൾ കേരളത്തിലേക്കാണ് UAE-യിൽ നിന്നുള്ള പണമൊഴുക്കിന്റെ പ്രധാന ഭാഗവും വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ കേരള സമ്പദ് വ്യവസ്ഥയും ഇത് ബാധിക്കും. കഴിഞ്ഞ വർഷത്തെ $39.67 ബില്യൺ അപേക്ഷിച്ച് ഈ വർഷം $38.5 ബില്യൺ ആയിട്ടാണ് പണം അയക്കൽ കുറഞ്ഞത്. 2019 UAE-യിൽ നിന്നും ഇന്ത്യയിലേക്ക് അയച്ചത് $52.88 ബില്യൺ ആയിരുന്നു. അതായത് കഴിഞ്ഞ 4 വർഷമായി UAE-യിൽ നിന്നും ഇന്ത്യയിലേക്ക് അയക്കുന്ന പണത്തിന്റെ അളവിൽ തുടർച്ചയായ കുറവുണ്ടാകുന്നതായും വിവരം കാണിക്കുന്നു. കോവിഡിന് ശേഷമുള്ള പുതിയ കുടുംബങ്ങളെ കൊണ്ടുവരുന്ന പ്രവണത വർദ്ധിച്ചതും പണമയക്കൽ കുറഞ്ഞതിന് കാരണങ്ങളായിട്ടുണ്ട്. കുടുംബങ്ങളെ കൊണ്ടുവരുന്നത് മാതൃരാജ്യങ്ങളിലേക്ക് പണം അയക്കുന്നത് കുറയാൻ ഇതിടയാക്കും. ഇത് ഇന്ത്യയിലേക്ക് മാത്രമല്ല പാകിസ്ഥാനിലേക്കും ചില വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും പണം അയക്കുന്നതിന് പ്രതികൂലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ലോകബാങ്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം തന്നെ നിലവിലെ സ്ഥിതിയിൽ നിന്നും 4% വളർച്ച അടുത്ത മാസം ഉണ്ടായേക്കാമെന്നും ലോകബാങ്ക് പ്രവചിക്കുന്നുമുണ്ട്. കോവിഡിന് ശേഷമാണ് പ്രവാസികളുടെ പണം അയക്കലിൽ കുറവ് രേഖപ്പെടുത്തി തുടങ്ങിയത്. സൗദി അറേബ്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് പണം അയക്കുന്നതിൽ കുറവുണ്ടായിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ ആകെ കണക്കെടുത്താൽ 13% കുറവാണ് 2022 അപേക്ഷിച്ച് 2023 ഉണ്ടായിരിക്കുന്നത്. 2023 പ്രവാസികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം എത്തിയത് ഇന്ത്യയിലേക്കാണെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. മെക്സിക്കോയ്ക്ക് 66 ബില്യൺ, ചൈന 50 ബില്യൺ, ഫിലിപ്പീൻസ് 39 ബില്യൺ, പാകിസ്ഥാൻ 27 ബില്യൺ എന്നിങ്ങനെയാണ് കണക്കുകൾ. $120 ബില്യൺ തുകയാണ് ലോകമെമ്പാടുമുള്ള പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയച്ചത്. മെക്സിക്കോ 66 ബില്യൺ, ചൈന 50 ബില്യൺ, ഫിലിപ്പീൻസ് 39 ബില്യൺ, പാകിസ്ഥാൻ 27 ബില്യൺ എന്നിവരാണ് തുടരുന്ന സ്ഥാനങ്ങളിൽ ഉള്ളത്. അതേസമയം മലയാളി പ്രവാസികൾ 2023 നാട്ടിലേക്ക് അയച്ചത് 2,16,893 കോടി രൂപയാണെന്നുള്ള കണക്കുകൾ നേരത്തെ കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. 2018 കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ടിൽ 85,092 കോടി രൂപയായിരുന്നു നാട്ടിലേക്ക് എത്തുന്ന ആകെ NRI പണമായി കണ്ടെത്തിയിരുന്നതെങ്കിൽ 5 വർഷത്തിനിപ്പുറം അതിൽ 154.9% വർധനവ് ഉണ്ടായെന്നായിരുന്നു സർവേ റിപ്പോർട്ട്.
പ്രവാസികൾ അവരുടെ കേരളത്തിലെ വീടുകളിലേക്ക് അയക്കുന്ന പണത്തിലും ഗണ്യമായ വർധന 2023 കാണിക്കുന്നുണ്ട്. 37,058 കോടി രൂപ അയച്ചതായാണ് സർവേ സൂചിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ NRI നിക്ഷേപങ്ങൾ 21% വിഹിതം കേരളത്തിന്റേതാണ്. 2019 മുതൽ ഈ കണക്കിൽ സ്ഥിരത കാണിക്കുന്നതായും കേരള മൈഗ്രേഷൻ റിപ്പോർട്ട് അവകാശപ്പെട്ടു.